വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ പ്രീമിയം എങ്ങനെയാണ് മെൽട്ടാകുന്നത് അല്ലേ? അതാണല്ലോ ഓപ്ഷൻ ബയറിൻ്റെ ചോദ്യം. ഹൗ ദ പ്രീമിയം ഈസ് മെൽട്ടിങ് ഇൻ ഓപ്ഷൻ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ മാർക്കറ്റ്. നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, ഏതിൻ്റെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിലും ആ പ്രീമിയം എങ്ങനെയാണ് മെൽട്ടാകുന്നത്. അതിന് നമുക്ക് നിറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാം പഠിച്ചു കാണും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ലേൺ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഗാമ അല്ലേ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ ടൈം സൈക്കിൾ അല്ലേ, അതായത് സമയം കൂടുന്തോറും പ്രീമിയം മെൽട്ടാകും. അപ്പോൾ ഇങ്ങനെ കുറേ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഞാനും അങ്ങനെ തന്നെയാണ്, നിങ്ങളും അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ലോജിക്ക് എന്താണ്? ടെക്നിക്കലായിട്ട് ഓക്കെയാണ്. നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ തിയറിറ്റിക്കൽ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതല്ലല്ലോ റിയാലിറ്റിയിൽ നടക്കുന്നത്. തിയറിറ്റിക്കൽ ക്ലാസ് ഒന്ന്, പിന്നെ റിയാലിറ്റി ആയിട്ട് പ്രാക്ടിക്കലിൽ വരുമ്പോൾ അത് വേറെ രീതിയിലാണ് നടക്കുന്നത്. പക്ഷേ ആ തിയറിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ റിയാലിറ്റി വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. കൂടുതൽ കൺഫ്യൂഷൻ ആവുന്നുണ്ടല്ലേ? ആകണ്ട, വളരെ സിമ്പിളാണ്. ഇതുണ്ടോ, ഇതിനകത്ത് ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 50 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 15 മിനിറ്റിൻ്റെ ചാർട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നലെ ക്ലോസ് ചെയ്തത് ഇന്നലത്തെ ഓപ്പണിൻ്റെ അവിടെ ഉണ്ടോ, ഇന്നലത്തെ ഓപ്പണിൻ്റെ അവിടെ നിന്ന് മുകളിലാണ് ക്ലോസിങ് കിട്ടിയിരിക്കുന്നത്. നിഫ്റ്റി ഫ്യൂച്ചർ ആസ് പെർ ദ ചാർട്ട് 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ട് അനുസരിച്ച് ഈ ഓപ്പണിൻ്റെ മുകളിലാണ് ഇന്നലെ ക്ലോസ് നമുക്ക് തന്നിരിക്കുന്നത്. അതേസമയം നിഫ്റ്റി സ്പോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലോസ് ആയിരിക്കുന്നതോ ഡേ ഓപ്പണിൻ്റെ താഴെയാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഡേ ഓപ്പണിൻ്റെ താഴെയാണ് ക്ലോസിങ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെയാണ് പ്രീമിയം മെൽട്ടാകുന്നത്. ഇപ്പോൾ മനസ്സിലായോ? അതായത് ഇത് ഹെഡ്ജിങ് പർപ്പസിനായിട്ട് NSE തന്നെ കൊടുത്തിട്ടുള്ള ഒരു എക്സ്ട്രാ കാര്യമാണ്. അതായത് NSE തന്നെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സെല്ലേഴ്സിന് കൂടുതൽ ഇത് യൂസ്ഫുള്ളായിട്ടാണ് അവർ കൊടുത്തേക്കുന്നത്. അവരുടെ ഡിസൈൻ തന്നെ എങ്ങനെയാണ് നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. NSE വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്, അതിൻ്റെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആരുടെടുത്തും പോയി കാശൊന്നും കൊടുത്ത് പഠിക്കേണ്ട. സ്ട്രാഡിലും സ്ട്രാങ്കിളും ബട്ടർഫ്ലൈയും അയൺ കൗണ്ടറും ഇതെല്ലാം NSE സൈറ്റിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾ തന്നെ പോയി അന്വേഷിച്ച് എടുത്ത് റിസർച്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് NSE സൈറ്റിൽ. സോ ഇത് കണ്ടോ, അപ്പം വളരെ സിമ്പിളാണ്. തിയറിറ്റിക്കലായിട്ട് കാര്യം നമ്മുടെ മറ്റേ ഗാമയും വീറ്റയോ അല്ലെങ്കിൽ ഇങ്ങനെ കൂടുന്നോ അല്ലെങ്കിൽ നിറച്ച് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് നമ്മൾ തലയ്ക്കകത്തിട്ട് കുഴപ്പേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളാണ്. ഈ നിഫ്റ്റി 50 പ്രവർത്തിക്കുന്നത് ബേസ്ഡ് ഓൺ അതിൻ്റെ അകത്തുള്ള 50 സ്റ്റോക്കിൻ്റെ മൊമെൻറ്റം കൊണ്ടാണ്. നിഫ്റ്റി 50യുടെ ഈ സംഭവം ആർക്കും വാങ്ങിക്കാനോ വിൽക്കാനോ പറ്റുന്നതല്ല. ഇതിൻ്റെ മൂവ്മെൻറ്റ് എവിടെ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നടക്കുന്ന മൂവ്മെൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ നിഫ്റ്റി 50 ചാർട്ട് നടക്കുന്നത്. പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നത്, ബൈയിങ്ങും സെല്ലിങ്ങും എല്ലാം ഡയറക്റ്റായിട്ട് നടക്കുന്നത് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിലാണ്. അതേപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിലാണ്. എല്ലാ സ്റ്റോക്കിൻ്റെയും ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ചാർട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു പ്രൈസിംഗ് ഉണ്ട്, കോൺട്രാക്റ്റ് ഉണ്ട്. അത് അവിടെയാണ് വാങ്ങലും വിൽക്കലും നടക്കുന്നത്. ഇതും വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ച് മനസ്സിൽ കയറ്റിയാൽ മതി. സോ ഇത്രയ്ക്ക് സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പ്രീമിയം മെൽട്ടാകാനായിട്ട് നമ്മുടെ ഓപ്ഷൻ ആൻഡ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ മാർക്കറ്റിൽ നടക്കുന്നത്. ഓക്കെ, അപ്പം എനിക്കറിയാവുന്ന ഒരു കാര്യം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഒരു കാര്യം, ഞാൻ പഠിച്ച ഒരു കാര്യം ഇതാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ മാർക്കറ്റിനെ കാണാനായിട്ട് ട്രൈ ചെയ്യുക. വേറെ നമ്മൾ വലിയ ഇതൊന്നും നമ്മളോട്ട് പോകണ്ട. ഇന്ന് നമുക്ക് 105 രൂപയ്ക്കും 110 രൂപയ്ക്കാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ ഇന്ന് നമുക്കുള്ളത്. ഇത് റെഗുലറായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രാറ്റജി ഇത് വെച്ച് ബിൽഡ് ചെയ്ത്, ഒറ്റ സ്ട്രാറ്റജി ഇത് വെച്ച് ബിൽഡ് ചെയ്ത് മാർക്കറ്റിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും ലോങ് ടൈമിൽ. ഓക്കെ, സോ ഇന്ന് 110 രൂപയാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് ഇത് 2 ലെവലാണ് നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്തേക്കുന്നത്. ഈ 2 ലെവലും എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കുക. അതിനനുസരിച്ച് നിങ്ങളുടേതായ ടെക്നിക്കലോ നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്റ്റഡീസോ ഒക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രിയും എക്സിറ്റും എടുക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.